എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് തിക്ക് ഗ്രേവിയോട് കൂടിയ കടലക്കറിയാണ്. ഇത് നമ്മുടെ അപ്പത്തിനും ഇടിയപ്പത്തിനും ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ സൂപ്പറാണ് കേട്ടോ. ചോറിനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാ നമുക്ക് ആദ്യം തന്നെ കുക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ തലേ ദിവസം ഞാൻ കുറച്ച് കടല വെള്ളത്തിലിട്ടിട്ടുണ്ട്, ഒരു 1.5 കപ്പ്. എന്നിട്ട് ഇതാ കഴുകി എടുത്തിട്ടുണ്ട്. കടലയുടെ മേളിൽ വരണം കേട്ടോ വെള്ളം. അതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മസാലപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു തണ്ട് കറിവേപ്പില, ഒരു പച്ചമുളക്. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 3-4 വിസിലടിപ്പിക്കണം കേട്ടോ. അപ്പോൾ നമുക്കങ്ങനെ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് കടല വേകുന്ന സമയത്ത് ഇതിൻ്റെ മസാല ഒന്ന് തയ്യാറാക്കാം. അപ്പോൾ അതാ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഒരു മീഡിയം സൈസ് സവാള നൈസാക്കി അരിഞ്ഞതാണ് കേട്ടോ, അത് ചേർത്തെടുക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചി കട്ട് ചെയ്തത്, 3-4 വെളുത്തുള്ളി. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി വരണം. അപ്പോൾ നല്ലപോലെ വഴന്നാലാണ് കേട്ടോ നമ്മുടെ കടലക്കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ നന്നായിട്ട് വഴറ്റി എടുക്കാം. അപ്പോൾ അതാ നമ്മുടെ സവാളയുടെയൊക്കെ നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ വേണ്ടത് മസാല പൗഡറാണ് കേട്ടോ, അതൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ നമ്മൾ മല്ലിപ്പൊടിയാണ് കേട്ടോ. മല്ലിപ്പൊടി കുറച്ചധികം വേണം, 2 ടീസ്പൂണാണ് കേട്ടോ, ടേബിൾ സ്പൂണല്ല, ടീസ്പൂണ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം എന്താ മുളക് പൊടിയാണ് കേട്ടോ. മുളക് പൊടി ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് എടുക്കാം. ഇപ്പം അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ ആയതുകൊണ്ട് കുറച്ച് എരിവ് മതി. അപ്പോൾ ഞാൻ എന്താ 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ തക്കാളി ഇത് കിടന്നൊന്ന് വെന്തൊന്ന് ഉടഞ്ഞു വരണം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം, കുറച്ച് മാത്രം. അപ്പോൾ അതാ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ നമ്മളിതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറിയതിന് ശേഷം ഒരു മിക്സിയുടെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് കടല ഒന്ന് വെന്തോന്ന് നോക്കാം. വിസിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അത് തുറന്ന് നോക്കി, ഇപ്പോൾ നമ്മുടെ കടല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ നേരത്തെ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായല്ലോ സവാളയും തക്കാളി, അപ്പോൾ ഒരു പിടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതുകൂടി കുറച്ച് ഈ കടലയുടെ വെള്ളം കൂടി ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരും. ഇപ്പോൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന കടായിലേക്ക് നമ്മുടെ കടലയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മസാല ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്തെടുക്കാം. മിക്സിയുടെ ബൗളിലേക്ക് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് തിക്കായിട്ട് വരുമ്പോഴത്തേനും കുറച്ചും കൂടി ചൂടുവെള്ളം, ആറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിലേക്ക്, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കുറുകിപ്പോകും. കുറച്ചും കൂടി ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ അല്പം ചൂടാറിയ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഉപ്പിൻ്റെ കുറച്ച് പുറകെ ഉണ്ടായിരുന്നു, അപ്പോൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ ഈ ഒരു കറി. ഇനിയിപ്പോൾ നമുക്കിതിലേക്കൊരു വറവിട്ട് കൊടുക്കണം. അപ്പോൾ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് മാത്രം തേങ്ങാക്കൊത്ത്, അത് നിർബന്ധമല്ല, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ, ചേർത്താൽ ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അതിന് ശേഷം 3-4 കൊച്ചുള്ളിയും ഒരു തണ്ട് കറിവേപ്പില, 3-4 വറ്റൽമുളക് അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള കറിയാണ് കേട്ടോ. ഇത് നമുക്ക് ചോറിന്, ചപ്പാത്തി, ഇടിയപ്പം എല്ലാത്തിനെയും കൂടെ കഴിക്കാം. അടിപൊളി കറിയാണ്, സെറ്റ് കറി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ എപ്പോഴും നമ്മൾ ഈ ഒരു കടലക്കറി ഉണ്ടാക്കുകയുള്ളൂ, അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറിക്ക്. അപ്പം നല്ല ഒരു വിഭവമായിട്ട് വരുന്നത് വരെ പോയിട്ട് വരാം.